ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഓഫ് റോഡ് ട്രക്കിംഗ് ആയ ശാന്തമ്പാറ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ശാന്തമ്പാറ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ട്രാവലറൊന്നും അവിടേക്ക് പോവില്ല. നമ്മൾ അവിടുത്തെ ജീപ്പൊക്കെ എടുത്തിട്ട് വേണം നമ്മളവിടെ പോകാനായിട്ട്. ബൈക്കൊക്കെ ആണെങ്കിൽ കയറി പോകോളും. അപ്പോൾ നമ്മൾ ശാന്തമ്പാറ വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങാണ്. ശാന്തമ്പാറ ചെല്ലുമ്പോൾ നമുക്കവിടെ കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം കാണാം. ആ കള്ളിപ്പാറയിലാണ് കഴിഞ്ഞ വർഷം നീലക്കുറിഞ്ഞി പൂത്ത് നിൽപ്പുണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടുന്ന് നമ്മൾ നേരെ ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശാന്തമ്പാറ വ്യൂ പോയിന്റുകൾ അടിപൊളിയാണ് നമ്മുടെ ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചതുരംഗപ്പാറ ചെന്നാൽ നമുക്ക് അവിടെ നിന്നാൽ രാമക്കൽമേടിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും. പിന്നെ കമ്പം തേനി അതൊക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറ്റം ചെയ്തു ഞാൻ എന്നിന്റെ പെണ്ണ് നിനക്കിന്ന് പിണക്കം നിന്റെ കാരണല്ലേ മാറിൽ മയക്കം കൊള്ളുമ്പോൾ എല്ലാം കനവാകെ മൊത്തത്തിൽ പറഞ്ഞാൽ നീ എന്റെ നിഴലും വെളിച്ചമെന്നിൽ ഊതുന്ന വിളക്കും മുത്തേ പൊന്റെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ താനെ തന്നെ തന്നാനെ ചെട്ടിക്കുളങ്ങര വരണിക്ക് പോവാ പൂരപ്പറമ്പാകത്തി മുട്ടി നടക്കാം താഴെ തന്നെ തന്നാനെ താഴെ താഴെ തന്നെ തന്നാനെ താഴെ കണ്ണോട് കണ്ണോട് കഥകൾ പറയാം കഥോട് കഥോട് കഥകൾ അയ്യോ അയ്യോ സത്യമാണെന്ന് പലരും അതോതി ശ്രീരാമദേവമുമ്പാടി ഭീഷ്മപാണവ അപവാദങ്ങൾ കേട്ടു തുടങ്ങി മൂവരുമന്ന് ലങ്കാപുരിയിൽ രാവണനത്തിൽ കഴിഞ്ഞതല്ല സീത രാമകഥയിലെ മൺപിതാവിനെ കൊണ്ടുവന്നതല്ലേ അറിയാതെ കഥയറിയാതെ കൈവിടല്ലേ രാമ പൊടി പോയി കാപ്പി എടുത്തായി ഗ്ലാസ് വെക്കണ്ട കൊണ്ടായി നമ്മളിപ്പോ ട്രക്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തമ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിലാണ് നമ്മളിപ്പോ. നമ്മുടെ കൂടെയുള്ള ജീപ്പ് വളരെ കയറ്റം കയറി വരുന്നത് കണ്ടോ. സീന്ന് പറഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. അതെ എന്താ സീൻ നോക്കിയേ. നമ്മുടെ ഒരു കാണുന്ന മലയിലേക്കാണ് നമ്മൾ നേരത്തെ പോയിട്ട്
ഇപ്പൊ നമ്മള് ശാന്തമ്പാറ വ്യൂ പോയിന്റിൽ ഇവിടെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ 3-4 ഉണ്ട്. അവിടേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മലകളിലാണ് കഴിഞ്ഞ തവണ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ശാന്തമ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള ജീപ്പാണ് എല്ലാം. നമ്മളിതാ ശാന്തമ്പാറ വ്യൂ പോയിന്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടോ. ആ മല കാണുന്നതാണ് രാമക്കൽമേട്. അതിന്റെ താഴെ ഈ മലയുടെ താഴെ കാണുന്ന പ്രദേശങ്ങള് കമ്പം തേനി ഭാഗങ്ങളാണ്. നമുക്കൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നും കോട ഉള്ളതുകൊണ്ട് നമുക്ക് കോടയാണോ വെയിലിൻ്റെ ആണോ എന്നറിയില്ല. നമുക്ക് അവിടെ പ്രദേശങ്ങളൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ശാന്തമ്പാറ വ്യൂ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ശാന്തമ്പാറ വ്യൂ പോയിന്റ്. അടിപൊളി, ഒരു രക്ഷയില്ല ബ്രോ പൊളിച്ച് ബ്രോ. വാട വെക്കണ വാ. നമ്മളിത് കറക്റ്റ് നടന്നു പോകാനുള്ള വഴിയുള്ളൂ. ഒന്ന് സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാ താഴേക്ക് പോയ ഒരു രക്ഷയില്ലാട്ടോ. സൂക്ഷിച്ച് പോയാട്ടോ. ഐ ലവ് യു. ടോപ്പിടാ ശാന്തമ്പാറ വ്യൂ പോയിന്റ് ടോപ്പിൽ എത്തിരിക്കുകയാണ് നമ്മള്. ഇതവിടെ കാറ്റാടി യന്ത്രങ്ങള്. നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെന്ന നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന വ്യൂ പോയിന്റിനേക്കാളും നല്ല അടിപൊളി വ്യൂ പോയിന്റിലാണ് നമ്മൾ വന്നിരിക്കണേ. ഇനി എന്തൊക്കെ വ്യൂ പോയിന്റുകൾ നമ്മളിവിടെ കാണാൻ കിടക്കുന്നല്ലേ. വാ, ശാന്തമ്പാറ. അയ്യോ സോറി, ചതുരംഗപ്പാറ. പിന്നെ അത് പോക്കളോ ജിഷ്ണു നോക്കി പോയട്ടോ. കാല് സ്ലിപ്പാവരുത്, ഞാൻ എന്നോടും കൂടി പറയണം. അത് മാറി അതിൽ കൂടെ ഇറങ്ങിയാൽ സ്ലിപ്പായി വീഴും. ഇതേ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ഇതേ അവിടെ കയറിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ രാവിലെ തന്നെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് വരണം. ഇതിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ രണ്ടിലിടയുള്ളൊരു സമയത്താണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വൈബ് കറക്റ്റ് കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ ആകുമ്പോൾ കുറച്ചുകൂടെ തണുവും കാറ്റും എല്ലാം കൊണ്ട് അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ വീഡിയോ എടുക്കാൻ സ്റ്റിക്കൊന്നുമില്ല. നമ്മൾ മൊബൈലിൽ തന്നെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും